നമസ്കാരം. എമ്പുരാൻ വാദത്തിന് പിന്നാലെ സിനിമ മോഹൻലാൽ കണ്ടിട്ടില്ല എന്നും അദ്ദേഹം മാപ്പ് പറയും എന്നുമുള്ള സംവിധായകൻ മേജർ രവിയുടെ വാക്കുകൾ വലിയ വിമർശനത്തിന് ഇടയാക്കിയിരുന്നു. മല്ലിക സുകുമാരൻ അടക്കമുള്ളവർ മേജർ രവിക്കെതിരെ രൂക്ഷമായി പ്രതികരിച്ച് രംഗത്ത് വന്നു. മേജർ രവിയും മോഹൻലാലും തമ്മിൽ വർഷങ്ങളുടെ സൗഹൃദമുണ്ട്. എമ്പുരാനെ വിമർശിച്ചതിന് കാരണം മോഹൻലാലും മേജർ രവിയും തമ്മിലുള്ള ബന്ധത്തിന് ഉലച്ചിൽ തട്ടിയിട്ടുണ്ടോ? ആ സംശയത്തിന് മേജർ രവി തന്നെ ഉത്തരം പറയുകയാണ്. ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് മോഹൻലാലുമായുള്ള ബന്ധത്തെക്കുറിച്ച് മേജർ രവി തുറന്നു പറയുന്നത്. അതായത് മോഹൻലാലുമായിട്ടുള്ള അടുപ്പത്തിന് യാതൊരു മാറ്റവും യാതൊരു കോട്ടവും തട്ടിയിട്ടില്ല. ഇപ്പോഴും ആ ഒരു അടുപ്പമുണ്ട്. തന്നോട് എത്ര അടുപ്പമുണ്ടെന്ന് പുറത്തു കാണിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എപ്പോഴും മോഹൻലാലിനൊപ്പം നടന്ന് ടിവിക്ക് മുന്നിലും അവിടെയും ഇവിടെയും അങ്ങനെയൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഞാനിപ്പോൾ വിളിച്ചാലും മോഹൻലാൽ ഫോൺ എടുക്കും. ഇന്നും 3-4 പ്രാവശ്യം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചിട്ടുണ്ട്. കോൾ ലിസ്റ്റ് നോക്കിയാൽ കാണാൻ സാധിക്കും. ഇതൊന്നും പറയേണ്ട ആവശ്യമില്ല. കാരണം അതൊരു സ്വകാര്യ സ്വത്താണ്, അഹങ്കാരമാണ്. അതിനെ പബ്ലിക്കിൽ കാണിക്കണമെന്നില്ല. പലപ്പോഴും ലാലിന്റെ കോൾ വരുമ്പോൾ താൻ എഴുന്നേറ്റ് പോകും. തന്റെ അസിസ്റ്റന്റ്മാർക്കൊപ്പം ഇരിക്കുമ്പോൾ പോലും കോൾ വന്നാൽ എഴുന്നേറ്റ് പോയി ബെഡ്റൂമിൽ ഇരുന്നാണ് സംസാരിക്കുന്നത്. അല്ലാതെ അവിടെ ഇരുന്ന് സ്പീക്കർ ഫോണിലിട്ടല്ല സംസാരിക്കുക. അത് വളരെ ചീപ്പാണ്. അത് കാണിക്കുന്നത് നിങ്ങളുടെ ബന്ധത്തിന് ആഴം കുറവാണ് എന്നതാണ്. ഞാനാണെങ്കിൽ ആളുണ്ടെങ്കിൽ അപ്പുറത്ത് പോയി സംസാരിക്കും. നമുക്ക് ഒരാളുമായി ബന്ധമുണ്ടെങ്കിൽ അത് മറ്റുള്ളവരുടെ അടുത്ത് കാണിക്കേണ്ട ആവശ്യമില്ല. ഞങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ആർക്കും പറഞ്ഞാൽ മനസ്സിലാകില്ല. എന്താണെന്ന് ചോദിച്ചാൽ തനിക്കും അറിയില്ല. തന്നെ ഒരു കമാൻഡോ എന്ന രീതിയിൽ അപ്രിഷ്യേറ്റ് ചെയ്യുന്നുണ്ട്. താൻ ഒരു നടൻ എന്ന നിലയിൽ അദ്ദേഹത്തിനെയും ചില ബന്ധങ്ങൾ അങ്ങനെയാണ്. തനിക്കൊരു ആവശ്യമുണ്ടായപ്പോൾ കിഡ്നിയുടെ പ്രശ്നം വന്നപ്പോൾ ഏറ്റവും കൂടുതൽ തവണ വിളിച്ചത് മോഹൻലാലാണ്. എല്ലാ ദിവസവും കാലത്ത് വിളിക്കും. 1.5 മാസം വിളിച്ചു, ഒന്നും ചോദിക്കില്ല. പക്ഷെ ആ വിളിയിലുണ്ട് എല്ലാം. എന്താവശ്യമുണ്ടെങ്കിലും പറയണം എന്ന് പറയും. അതുപോലെ തന്നെ വിളി നിർത്തിയ വളരെ അടുപ്പമുള്ള ആളുകളുമുണ്ട്. ഓപ്പറേഷനൊക്കെ ആയതുകൊണ്ട് ഇവൻ വല്ല പണവും കടം ചോദിക്കുമോ എന്ന് കരുതി വിളിക്കാതിരുന്നവരും ഉണ്ട്. അവരെ ഇന്നും കൂടെ വിളിച്ചിട്ടുമുണ്ട്. അവിടെയാണ് നമ്മൾ അറിയാതെ ചില ബന്ധങ്ങൾ ഉണ്ടാകുന്നത്. മോഹൻലാലിന് തന്നെ കൊണ്ട് വല്ല ആവശ്യമുണ്ടോ? തനിക്ക് മോഹൻലാലിനെ കൊണ്ടൊന്നും ഒരു ആവശ്യവുമില്ല. പക്ഷെ ആ ബന്ധം ഇപ്പോഴുമുണ്ട്. ചില കമന്റ് ചെയ്യും, ഇയാൾക്ക് മോഹൻലാലിന്റെ ഡേറ്റ് കിട്ടാൻ വേണ്ടിയാണെന്ന്. അങ്ങനെയാണ് ചിലവരൊക്കെ കമന്റ് ചെയ്യുന്നത്. തനിക്ക് മോഹൻലാലിന്റെ ഡേറ്റ് എപ്പോൾ വേണമെങ്കിലും കിട്ടും. ഇന്നേ വരെ മോഹൻലാലിന്റെ ഡേറ്റിന് വേണ്ടി ആരോടും പോയി ചോദിച്ചിട്ടില്ല. നേരെ പോയി മോഹൻലാലിനോട് ചോദിക്കും. 5 പടങ്ങൾ ചെയ്തു. മോഹൻലാലിനോട് പോയി പറയും, അണ്ണാ ഇങ്ങനെയൊരു തോട്ടുണ്ട് എന്ന്. കൊള്ളാലോ, ചെയ്യാമെന്ന് പറയും. അതോടെ കഴിഞ്ഞു. മോഹൻലാൽ എമ്പുരാൻ കണ്ടിട്ടില്ല എന്ന് താൻ ഒരിടത്തും വാദിച്ചിട്ടില്ല. തന്റെ 5 പടങ്ങളും മോഹൻലാൽ കണ്ടിട്ടില്ല. ഷാജി കൈലാസിനോട് ചോദിച്ചു നോക്കൂ. 8 പടം ഷാജി കൈലാസ് മോഹൻലാലുമായി ചെയ്തിട്ടുണ്ട്. മോഹൻലാൽ കാണില്ല. അദ്ദേഹവുമായ ബന്ധത്തിൽ ഒരു ഉലച്ചിലും സംഭവിച്ചിട്ടില്ല. നമ്മൾ നമ്മുടെ വഴിക്കും ലാൽ അദ്ദേഹത്തിന്റെ വഴിക്കും ജീവിച്ചു പോകുന്നു. എമ്പുരാനുമായി ബന്ധപ്പെട്ട ഉയർന്ന വാദങ്ങൾ തന്നെ വേദനിപ്പിച്ചിട്ടില്ല. അതിനകത്ത് താൻ കണ്ട കാര്യങ്ങൾ സത്യസന്ധമായി പറഞ്ഞു. പടം നല്ലതെന്ന് ഞാൻ ആദ്യം പറഞ്ഞുവെന്നും പിന്നെ മാറ്റി പറഞ്ഞുവെന്നും പറയുന്നു. താൻ ഒരിക്കലും പടം കൊള്ളില്ല എന്ന് പറഞ്ഞിട്ടില്ല. മല്ലിക ചേച്ചിയെ വിളിച്ചു ചോദിച്ചിരുന്നു, ചേച്ചി എങ്ങനെയാണ് പറഞ്ഞത്? പടം കൊള്ളില്ല എന്നാണോ താൻ പറഞ്ഞതെന്ന്. അപ്പോൾ ചേച്ചി പറഞ്ഞത്, മേജർ അങ്ങനെ പറഞ്ഞുവെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എന്നാണ്. ബാക്കിയൊക്കെ മാധ്യമങ്ങൾ ഉണ്ടാക്കിയ വാദമാണ്. മേക്കിംഗ് നോക്കുമ്പോൾ പടം നല്ലതാണ് എന്ന് തന്നെയാണ് ഇപ്പോഴും പറയുന്നത്. പക്ഷെ അതിലെ ഉള്ളടക്കത്തെക്കുറിച്ച് ഞാൻ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. ആ ഒരു വസ്തുത പറയുമ്പോൾ അത് പകുതി വെച്ചല്ല കാണിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ആശയക്കുഴപ്പത്തിലാകും. ഗോത്ര വിഷയത്തിൽ എന്തുകൊണ്ട് ട്രെയിൻ കത്തുന്നത് ആദ്യം മുതൽ ഉള്ളത് കാണിച്ചില്ല എന്നതാണ് വിമർശനം. പെട്രോൾ ട്രെയിൻ അകത്ത് നിന്നും ഒഴിച്ചോ പുറത്തു നിന്നും ഒഴിച്ചോ എന്നതല്ല. സുപ്രീം കോടതിയിൽ ഒരു കാര്യം തെളിഞ്ഞിട്ടുണ്ട്. ആ 4 കമ്പാർട്ട്മെന്റുകളും പുറത്തു നിന്ന് കമ്പിയിട്ട് പൂട്ടുന്ന ഒരു ദൃശ്യമാണ് അതിൽ കാണിക്കുന്നത്. അതുകൊണ്ട് 36 പേർ ശിക്ഷിക്കപ്പെട്ടത്. ഇത് പൂട്ടുന്നത് തൊട്ടോ കത്തിക്കുന്നത് തൊട്ടോ കാണിക്കാമായിരുന്നു. അപ്പോൾ പിന്നെ ഒരു പ്രശ്നവും ഉണ്ടാവില്ലായിരുന്നു. എമ്പുരാൻ കാണുന്ന ഒരാളുടെ മനസ്സിൽ എന്തായിരിക്കും? 25 വയസ്സുള്ള ഒരു മുസ്ലിം പയ്യൻ എന്താണ് വിചാരിക്കുക? ഇതാണ് ഗോത്ര എന്നല്ലേ? ഞങ്ങളെയെല്ലാം ഹിന്ദുക്കൾ വന്ന് വെട്ടിക്കൊന്നു എന്നല്ലേ വിചാരിക്കുക? അത് കൺഫ്യൂസ് ചെയ്യിക്കലാണ്. അടഞ്ഞുപോയ ഒരു അധ്യായം എന്തിനാണ് തുറക്കാൻ നിൽക്കുന്നത്? മതപരമായ സ്പർദ്ധ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആളുകൾ തമ്മിൽ വെട്ടിച്ചാകും. അതോടെ ശത്രുവിന്റെ പണി പകുതി കഴിയും. അതിൽ വീഴാതിരിക്കാനാണ് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത്. ഒരു സത്യം പറയുന്ന നേരത്ത് മറുവശത്ത് ആരാണ് നിൽക്കുന്നത് എന്ന് ഞാൻ നോക്കാറില്ല. സത്യത്തെ മാത്രമാണ് നോക്കാറുള്ളത്. എന്തുകൊണ്ട് നിങ്ങളത് ചെയ്തു? എന്തുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്തില്ല? ഇതാണ് ചോദ്യം. ഇത് താൻ ചോദിക്കുന്നതിന് മുമ്പ് പൊതുജനം ചോദിച്ച് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു. ആ ചോദ്യമാണ് ഡൽഹിയിലടക്കം പലയിടങ്ങളിലും വന്നത്. വെറും മേജർ രവി പറഞ്ഞിട്ടുള്ളതല്ല, പൊതുജനത്തിന്റെ ചോദ്യമാണ് മേജർ രവി പറഞ്ഞതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ന്യൂസ് ഡെസ്ക് റീലോഡ്.